എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഇന്ന് ഈ കണ്ട ഒരു ദൃശ്യം അതായിരുന്നു, പ്രസംഗിക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രിയോട് ഒരാളോട് ചോദ്യം ചോദിക്കുകയും ചോദ്യം ചോദിച്ച ആളോട് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയും ഒക്കെയും അല്ലേ. അപ്പം ഈ മറുപടിയിൽ സത്യം പറഞ്ഞാൽ പാർട്ടി ചെറിയൊരു വിവാദത്തിൽ പെട്ടിട്ടുണ്ട്. കോന്നിയിലെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിക്കവെയായിരുന്നു മുഖ്യമന്ത്രി ഈ തരത്തിലൊരു പ്രതികരണം നടത്തിയത്. സേതു അട്ടച്ചാക്കൽ സ്വദേശിയായ ദാസ് പി ജോർജ് ആണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പരിപാടിയുടെ മുന്നിൽ നിന്ന് ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം വലിയ വിമർശനത്തിനിടയാക്കി. ചേട്ടാ, എന്തായിരുന്നു ചോദിക്കാൻ വന്നേ? ഞാൻ ചോദിക്കാൻ വന്നത് ഇത്രയുമാണ്. ഒരുപാട് വികസനങ്ങൾ ചെയ്ത ഒരു സർക്കാരാണ്, മുഖ്യമന്ത്രിയാണ്. അവിടെ 20,000 കോടിയുടെ വികസനം ചെയ്തു കഴിഞ്ഞു. ഇനി മുന്നോട്ട് തുടർഭരണം കിട്ടുമെന്ന് ഉറപ്പാണ്. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ കിഫ്ബിയുടെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ പേപ്പർ ശരിക്കും ഒരു സാമാന്യമായിട്ട് വായിക്കുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ പേപ്പറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയതാണ് ഇത്രയും. അപ്പോൾ അടുത്ത 5 വർഷം കേന്ദ്ര സർക്കാരുടെ സമീപനം ഇതാണെങ്കിൽ മുന്നോട്ടുള്ള കാര്യം എന്തായിത്തീരും, ഫണ്ട് എങ്ങനെ കണ്ടെത്തും എന്ന് മാത്രമാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. ചോദ്യം പ്രസക്തമായിരുന്നു. അതിനോട് മുഖ്യമന്ത്രി നടത്തിയ മറുപടിയിൽ വിഷമമുണ്ടോ? ചോദ്യം ഞാൻ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തതാണ്. ആ സിറ്റുവേഷനിൽ, ആ സാഹചര്യത്തിൽ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തതാണ്. കാരണം അദ്ദേഹം നല്ല രീതിയിൽ അന്നേരത്തെ ആവേശത്തിൽ ഞാൻ ചോദിച്ചു പോയാണ്. തെറ്റാണ് എൻ്റെ. അതായത് ചേട്ടൻ ആദ്യമായിട്ടാണോ പൊതുപരിപാടികളിൽ അല്ലെങ്കിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്? നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരാളെടുത്ത് വേദിയിൽ നിന്ന് ചോദിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഈ ആവേശം കൊണ്ട് മാത്രം ചോദിച്ചതാണ്. ഞാൻ പാർട്ടിയുടെ സജീവ പ്രവർത്തനമാണ്. CPM-ൽ ഞാൻ ജനിച്ച് വീണത് തന്നെ പാർട്ടി കുടുംബത്തിലാണ്. അങ്ങനെ ഞാൻ പക്ഷേ എൻ്റെ ഭാഗത്താണ് 100% തെറ്റ് ചേട്ടൻ്റെ ഭാഗത്താണ്. അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നല്ലേ? അതെ. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഞാൻ പ്രവർത്തിച്ചത്. അന്നേരം ഇതെങ്ങനെ ഏറ്റവും മുന്നിലായിരുന്നു നിന്ന ചേട്ടൻ? അതെ, ഞാൻ ഫ്രണ്ടിൽ കസാരയിലായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് വണ്ടി വിളിച്ചാൽ പോയെ. ഇത് ചോദിച്ചു, പുള്ളിയെ മറുപടി പറഞ്ഞ് ഞാൻ ഒന്നും മിണ്ടാതെ കസേരയിൽ തന്നെ ചെന്നിരുന്നു. പൂർണ്ണമായിട്ട് പ്രസംഗം കേട്ടിട്ടാണ് പോയത്. ചോദ്യം ചോദിച്ചതിന് ശേഷം ആരും ഒന്നും സംസാരിക്കുകയോ പാർട്ടി പ്രവർത്തകർ ഇടപെടുകയോ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല. കാരണം അത്ര ഒരു പ്രശ്നമായിട്ട് അവിടെ നടന്നിട്ടേ ഇല്ല ഒന്നും. ചോദിച്ചു, പുള്ളി എന്നോട് മറുപടി പറഞ്ഞു. ഞാൻ ആ കസേരയിൽ പോയിരുന്നു. കാരണം ഞാൻ ഒരുപാട് ആരാധിക്കുന്നൊരു വ്യക്തിയാണ് പുള്ളി. ചേട്ടൻ ലേശം ഒരു മദ്യപിച്ചിട്ടുണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നു. അതെ, ഉണ്ടായിരുന്നു. പക്ഷേ ചോദ്യം ഇപ്പോഴും ഉണ്ടല്ലേ? ആ സംശയം ഇപ്പോഴും ഉണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോഴും ഉണ്ട്.